1978 മുതൽ പയ്യന്നൂരിലെ റേഡിയോ റിപ്പയറിംഗ് രംഗത്ത് സജീവമായതായിരുന്നു കാര സ്വദേശിയായ സുരേഷൻ. റേഡിയോയുടെ പഴയ പ്രതാപം മങ്ങിപ്പോയെങ്കിലും ഇന്നും റേഡിയോയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗമുള്ളതാണ് ഈ ജോലിയിൽ തുടരാൻ സുരേഷിനെ പ്രേരിപ്പിക്കുന്നത്. അടുത്തൊരു കാലം വരെ മലയാളിയുടെ ദൈനംദിന ജീവിതത്തിന്റെ താളം തന്നെ റേഡിയോ ആയിരുന്നു. റേഡിയോയിൽ കേൾക്കുന്ന സമയനിഷ്ഠയോടെയുള്ള പരിപാടികൾക്കനുസരിച്ച് സമയം കണക്കാക്കുന്ന മുത്തശ്ശിമാരെയും നമ്മൾ മറന്നു കാണില്ല. കാലത്ത് ആകാശവാണി വാർത്തകളും ഗാനതരംഗിണിയും യുവവാണിയുമൊക്കെ സ്ഥിരമായി കേട്ടുവളർന്ന ഒരു തലമുറ. ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളുടെ കടന്നുവരവോടെ റേഡിയോ പുതുതലമുറയ്ക്ക് അന്യമായി. എന്നാൽ റേഡിയോയെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം ഇന്നുമുണ്ട്. വാൽവ് ഉപയോഗിച്ച് പ്രവർത്തിച്ച വലിയ റേഡിയോകൾ ട്രാൻസിസ്റ്ററിന്റെ വരവോടെ ചെറുതായി. അതോടെ ഇന്ന് മൊബൈലിലും ബ്ലൂടൂത്ത് സ്പീക്കറിലും റേഡിയോ ലഭ്യമായി തുടങ്ങി. അങ്ങനെ ഇടക്കാലത്ത് മങ്ങിയ റേഡിയോ പ്രതാപം ഇപ്പോൾ വീണ്ടും കൂടുതൽ സജീവമായി. ആ ഇഷ്ടം പുതിയ റേഡിയോകൾ വാങ്ങുന്നതിലേക്കും പഴയ റേഡിയോ പൊടിതട്ടി എടുക്കുന്നതിലേക്കും കൊണ്ടെത്തിച്ചു. അതിനാൽ തന്നെ റേഡിയോ റിപ്പയറിംഗ് വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ കാലത്ത് കൈ നിറയെ തൊഴിലുണ്ട്. പഴയ റേഡിയോകൾക്ക് പലതിനും സ്പെയർ പാർട്സ് കിട്ടാറില്ലാത്തതൊക്കെയാണ് ആകെയുള്ള പ്രതിസന്ധി. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും റേഡിയോ കേൾക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. എല്ലാ വീടുകളിലും രാവിലെ മുതൽ റേഡിയോ വെക്കുന്ന ഏർപ്പാട് ഇപ്പോഴും ഉണ്ട്, തുടരുന്നുണ്ട്. പക്ഷേ ഇത് നന്നാക്കാൻ നമ്മുടെ ഇവിടെയൊന്നും അധികം പഴയ മെക്കാനിക്കന്മാർ ആരും ഇല്ല എന്നുള്ളതാണ്. റേഡിയോ ഒന്നും റിപ്പയർ ആക്കാൻ എടുക്കുന്നില്ല. കാരണം ഒന്ന്, അതിൻ്റെ സ്പെയർ പാർട്സ് ലഭ്യത വളരെ കുറവാണ്, കിട്ടൂല. ഒരു സാധനങ്ങൾ വേണം, ചെറിയ സാധനങ്ങൾ വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റ് ഇതെല്ലാം വന്നതുകൊണ്ട് ടി വിയും പിന്നെ LED TV ഒക്കെ വന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ സ്പെയർ പാർട്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മലയാളികളുടെ ഗൃഹാതുരത ഉണർത്തുന്ന ഒന്നായി മാറിയിട്ടുണ്ട് ഇപ്പോൾ റേഡിയോ. 90 അതിനു മുൻപേ ഒക്കെ ജനിച്ച ഒരു തലമുറയ്ക്ക് അറിയാം, റേഡിയോ കേട്ട് വളർന്ന ഒരു തലമുറ തന്നെയായിരുന്നു അത്. അന്ന് റേഡിയോയുടെ ഒരു പ്രതാപകാലമായിരുന്നു. ഇന്നിപ്പോ ആ പ്രതാപത്തിന് അല്പം മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ പോലും റേഡിയോ കേൾക്കുന്നവർ അത്ര കുറവൊന്നുമല്ല. വീടുകളിൽ ഒരു ആഡംബര വസ്തുവായി റേഡിയോ ഇടം പിടിച്ചിട്ടുമുണ്ട്. അന്നു മുതൽ തന്നെ 78 മുതൽ തന്നെയൊക്കെ സുരേഷ് ചേട്ടനെ പോലെയുള്ളവർ ഈ ഒരു രംഗത്ത് കടന്നു വന്നതാണ്. ഇനിയിപ്പം സ്പെയർ പാർട്സിന്റെ പോലും ലഭ്യത കുറവ് ഇവരെ അലട്ടുന്നുണ്ടെങ്കിലും ഈ ഒരു മേഖലയിൽ തന്നെ തന്റെ കർമ്മ മേഖലയായി തുടരുകയാണ് ഇവരൊക്കെയും. ഇനിയും മുന്നോട്ട് എല്ലാവിധ ഭാവുകങ്ങളും സുരേഷ് ചേട്ടനെ പോലെയുള്ളവർക്ക് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈസൺ കണ്ടോത്തിനൊപ്പം KN വർഷ.